അമേഠിയിൽ ഇത്തവണ രാഹുൽ ഗാന്ധി വിജയത്തോടെ തിരിച്ചു വരുമെന്ന് പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ്. എന്നാൽ ഇതിൽ പ്രവർത്തകർ അടക്കം അത്ര ആത്മവിശ്വാസത്തിൽ അല്ല എന്ന കാര്യവും എടുത്തു പറയേണ്ടതാണ്. നിരവധി കാരണങ്ങൾ അക്കാര്യത്തിൽ പറയാനുമുണ്ട്. അതിലാദ്യത്തേത് രാഹുലിനെ കഴിഞ്ഞ 5 വർഷം വളരെ കുറച്ചു മാത്രമാണ് മണ്ഡലത്തിൽ കണ്ടതെന്നതാണ്. ഇത്തവണ അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുമെന്നാണ് സൂചന. എന്നാൽ ഗാന്ധി കോട്ടയായിരുന്ന അമേഠി ഇപ്പോൾ അങ്ങനെയല്ല. സ്മൃതി ഇറാനി മണ്ഡലത്തിൽ ചിരപരിചിതയാണ്. അവർ മണ്ഡലത്തിൽ പുതിയ വീടുണ്ടാക്കി, അതിൻ്റെ ഗൃഹപ്രവേശനവും നടത്തിക്കഴിഞ്ഞു. ഇതേ സമയത്ത് തന്നെയാണ് രാഹുലിൻ്റെ ഭാരത് ജോഡോ ന്യായ് യാത്ര മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചതും. രാഹുലിൻ്റെ യാത്രയൊന്നും അമേഠിയിലെ ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടെ രാഹുൽ മണ്ഡലത്തിൽ എത്തിയ അപൂർവ സംഭവങ്ങളിലൊന്നായിരുന്നു അത്. വൈകാതെ തന്നെ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായേക്കും. അതേസമയം കഴിഞ്ഞ മാസമാണ് കേന്ദ്രമന്ത്രി കൂടിയായ സ്മൃതി ഇറാനി മണ്ഡലത്തിൽ വീട് വാങ്ങിയത്. ദീർഘകാലം താൻ ഇവിടെ ഉണ്ടാകുമെന്ന സന്ദേശമാണ് ഇതിലൂടെ അവർ ജനങ്ങൾക്ക് നൽകിയത്. അതുമാത്രമല്ല, ഗാന്ധി കുടുംബത്തിൽ നിന്നൊരാൾ ഇവിടെ MP ആയിരുന്നപ്പോൾ ഒരിക്കൽ പോലും മണ്ഡലത്തിൽ വീട് വെച്ച് താമസിച്ചിരുന്നില്ല. അതുകൊണ്ട് MP വരുന്നതുവരെ ജനങ്ങൾ പരാതി പറയാൻ കാത്തിരിക്കണമായിരുന്നു. സത്യത്തിൽ സ്മൃതി ഇറാനി ഇതാദ്യമായിട്ടല്ല ഇത്തരം കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. 2014 ദിവസങ്ങളോളം അവർ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തായിരുന്നു പ്രവർത്തിച്ചത്. എന്നാൽ അവർ രാഹുലിനോട് തോറ്റു. പക്ഷേ തോറ്റതുകൊണ്ട് മണ്ഡലം വിട്ടിരുന്നില്ല സ്മൃതി ഇറാനി. അമേഠിയിലെ ജനങ്ങളുമായി കൂടുതൽ അടുത്ത ബന്ധം സ്മൃതി സ്ഥാപിക്കുകയാണ് ചെയ്തത്. കൂടുതൽ മികച്ച കാര്യങ്ങളുമായി അവർ മണ്ഡലത്തിലേക്ക് എത്തി. തുടർച്ചയായി വന്ന സ്മൃതി അങ്ങനെ ജനങ്ങൾക്ക് പരിചിത മുഖമായി മാറുകയായിരുന്നു. ഉത്സവ സമയത്ത് സമ്മാനങ്ങളുമായിട്ടായിരുന്നു സ്മൃതി ഇറാനിയുടെ വരവ്. രാഹുൽ ഗാന്ധിയെ കാണാനില്ല എന്ന പ്രചരണവും BJP നടത്തിയിരുന്നു. കൃത്യമായി ഇത് ജനങ്ങളിലെത്തിയിരുന്നു. അന്ന് രാഹുൽ ഗാന്ധി 55,000 വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തു. വയനാട്ടിൽ നിന്ന് മത്സരിച്ചതുകൊണ്ടാണ് രാഹുൽ പാർലമെന്റിൽ എത്തിയത്. 2019 അമേഠിയെ രാഹുൽ ഉപേക്ഷിച്ചു. ഇന്ന് അമേഠി അദ്ദേഹത്തെ ഉപേക്ഷിച്ചിരിക്കുകയാണെന്നാണ് സ്മൃതി ഇറാനി പറയുന്നത്. അമേഠിയിലെ ഒഴിഞ്ഞ റോഡുകൾ പറയുന്നത് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അവർക്ക് തോന്നുന്നതാണെന്നും സ്മൃതി ഇറാനി നേരത്തെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞിരുന്നു. ആത്മവിശ്വാസമുണ്ടെങ്കിൽ രാഹുൽ അമേഠിയിൽ മാത്രം മത്സരിക്കട്ടെ എന്നാണ് സ്മൃതിയുടെ വെല്ലുവിളി. ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി വരാത്തതുകൊണ്ട് വലിയ വെല്ലുവിളി കോൺഗ്രസ് നേരിടുന്നുണ്ട്. നിലവിൽ മണ്ഡലം കൈവിടാനുള്ള എല്ലാ സാധ്യതയും രാഹുൽ കാണുന്നുണ്ട്. പ്രവർത്തകർക്ക് സ്ഥാനാർത്ഥിയുടെ പേര് ചൂണ്ടിക്കാണിച്ച് പ്രചരണം തുടങ്ങാനും സാധിച്ചിട്ടില്ല. പോസ്റ്ററുകളോ ചുവരെഴുത്തുകളോ പോലും കൃത്യമായി നടക്കുന്നില്ലെന്ന് പ്രവർത്തകർ നേതൃത്വത്തെ അറിയിച്ചിട്ടുമില്ല. ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിലാണ് രാഹുൽ മത്സരിക്കുന്നത്. സംഘടനയേക്കാൾ രാഹുലിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമേ മണ്ഡലത്തിൽ വിജയിക്കാനാവൂ. ഇതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായി എന്നാണ് സൂചന. 2019 പോലെ 2 മണ്ഡലങ്ങളിൽ അദ്ദേഹം ജനവിധി തേടുമെന്നാണ് പുതിയ വിവരം. ഉത്തർപ്രദേശിലെ അമേഠി, കേരളത്തിലെ വയനാട് എന്നീ മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിക്കുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ 16 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുമോ എന്ന കാര്യത്തിൽ കേരളത്തിലെ നേതാക്കൾക്ക് വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നില്ല. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണവർ. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് രാഹുൽ ഗാന്ധി അമേഠിയിലും വയനാടും മത്സരിക്കുമെന്ന വാർത്തയാണ്.